നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ റൂം നമ്പർ 202 പേഷ്യന്റിനെ കാണാനില്ല. മാഡം, ഇവിടുത്തെ CCTV റൂം എവിടെയാ? എന്താ മാഡം, എന്താ കാര്യം? CCTV നോക്കാനാണോ മാഡം? അതെ. ആ ഫുട്ടേജ് നോക്കിയാ ചിലപ്പോ ആന്റി എങ്ങോട്ടാ പോയെന്ന് അറിയാൻ പറ്റും. പുള്ളിക്കാരൻ ഫുഡ് കഴിക്കാൻ പോയിരിക്കുക. ഒരു കാര്യം ചെയ്യ്, അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യ്, അപ്പോഴേക്കും പുള്ളി എത്തും. അരമണിക്കൂർ കാത്തു നിന്നാൽ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതുപോലെ മിസ്സാവില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്യാന്റീനിൽ പോയി ആ പുള്ളിയെ വിളിച്ചോണ്ട് വരാം. ഈ ആന്റി എവിടെ പോയെന്ന് അറിയില്ലല്ലോ. എന്താ ഗോതു ഇത്? ഇനിയും കിടന്ന് അഭിനയിക്കില്ല. നീ ഒറ്റ ഒരുത്തിയാ ഇതെല്ലാം വരുത്തി വെച്ചത്. ഇപ്പൊ അമ്മയെ കാണാതായതിന് പിന്നിലും നീ തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഗൗതം, പ്ലീസ്. ഇത്രയും കാലം അമ്മ ആരാണെന്നുള്ള സത്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഇപ്പൊ ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ നീ അമ്മയെ തന്നെ അങ്ങ് ഒളിപ്പിച്ചു അല്ലേ? ഗൗതം, ദേ നോക്ക്, എന്റെ അമ്മയെ എനിക്ക് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, എന്റെ തനി സ്വഭാവം നീ കാണും. ഓർത്തോ? എന്താ മാഡം, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. എന്റെ ഹസ്ബൻഡാ പുള്ളിക്കാരന്റെ അമ്മയെ കാണാതായത്. ഞാനൊന്ന് നോക്കട്ടെ. CCTV റൂമിൽ ആള് വന്നിട്ടുണ്ടോ? വരൂ. എന്താ സിസ്റ്ററെ? ഈ മാഡത്തിന്റെ പേഷ്യന്റിനെ മുറിയിൽ കാണാനില്ല. റൂം നമ്പർ 202. അവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എപ്പോഴാ കാണാതായത്? ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. ഒരു 15 മിനിറ്റ് ആയി കാണും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. മാഡം, അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. ഞാനൊരു 25 മിനിറ്റ് മുൻപുള്ളത് വരെ പ്ലേ ചെയ്ത് കളിക്കാം. മാഡം നോക്കിക്കോ. ഇതാരാ മാഡം ആ മുറിയുടെ മുന്നിൽ നിന്ന് ഓടിപ്പോകുന്നത്? ഏയ് അത് പ്രോബ്ലം ഒന്നുമില്ല. അതെന്റെ ഹസ്ബൻഡാ. ഓക്കെ, ബാക്കി നോക്കോളൂ. ദേ മാഡം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഈ സമയത്ത് കാണാതെ എന്ന് പറയുന്ന ആള് മുറിയിലുണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. നോക്ക് മാഡം, ഇവന്മാരുടെ നോട്ടത്തിൽ നിൽപ്പിൽ ഒരു വശവശക്കുണ്ടല്ലോ. ദൈവമേ, ഇതാ CKCയുടെ ആൾക്കാരാണല്ലോ. ഇവന്മാരെന്തിനാ ആന്റിയുടെ മുറിയിൽ വന്നത്? അവന്മാരെന്തോ പ്ലാൻ ചെയ്യുവാണല്ലോ. അവന്മാരകത്തേക്കൊന്നും കേറിയില്ല. അവിടുന്ന് പോയത് കണ്ടില്ലേ? ഇതാരാ? ഇതാ കാണാനില്ലാന്ന് പറഞ്ഞില്ലേ ആ ആള്. എന്റെ ആന്റിയാ. അവരവിടെ താഴേക്കാണല്ലോ പോയത്. ആന്റി ഇത് എവിടെ പോയതായിരിക്കും? അത് പുറത്തേക്കുള്ള വഴിയാ. ഒരു കാര്യം ചെയ്യാം, ഈ ആന്റി തിരികെ വന്നിട്ടുണ്ടോന്ന് കൂടി നോക്കാം. ഒന്ന് നോക്കിയേ.
അവന്മാരിതേ തിരികെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവന്മാർ ആ മുറി ലക്ഷ്യമാക്കി തന്നെ വന്നവരാ. മാഡത്തിന് അറിയോ അവരെ? ഇല്ല, അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇവന്മാരെ കണ്ടിട്ടാ ആന്റി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതെ, അവരുടെ മുഖം വ്യക്തമാവുന്ന തരത്തിലൊന്ന് സൂം ചെയ്യാമോ? പിന്നെന്താ, ഇതാ നോക്കിക്കോളൂ. അതെ, കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്യാമോ? ഇത് അവന്മാര് തന്നെയാ, CKCയുടെ ആളുകൾ. CKCയുടെ ആളുകളോ? അതാരാ? അത് അയാൾ ആന്റിയെ ഉപദ്രവിക്കാൻ നടക്കുന്ന ഒരാളാ. ആ, ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് ഇതിന് ശേഷമുള്ള ഫുട്ടേജ് കാണുമല്ലോ, അതൊന്ന് കാണിക്കാമോ? 1 മിനിറ്റ്, ഞാനിപ്പോ എടുത്തു തരാം. ഇവന്മാരെങ്ങാനും ആന്റിയെ പിടിച്ചോണ്ട് പോയി കാണൂ. മാഡം, ദേ നോക്കൂ. ദേ, ആ ആന്റി ആശുപത്രിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അവന്മാർ ആ ആന്റിയെ പിടിക്കാൻ തന്നെ വന്നവരാ. കണ്ടില്ലേ, പുറകെ തന്നെ ഉണ്ട്. അവര് പോയ ഭാഗത്തെ വിഷ്വൽസ് ഒന്ന് കാണിക്കാമോ? അയ്യോ, ആ ഏരിയയിലെ ക്യാമറ കംപ്ലൈന്റ് ആണല്ലോ മാഡം. ശ്ശോ, കാർ പാർക്കിംഗ് ഏരിയ ആണത്. ശ്ശോ. മാഡത്തിന്റെ ഹസ്ബൻഡും പുറത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി എന്താ സംഭവിച്ചതെന്നറിയാൻ ഒരു വഴിയുമില്ല. മിക്കവാറും ആന്റി കോമ്പൗണ്ടിന് പുറത്തു പോയി കാണും. ശരി, താങ്ക് യു.